സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന വനിതകൾക്കും കുട്ടികൾക്കും വഴികാട്ടുന്ന ഒരു കൂട്ടായ്മയുണ്ട് ദുബായിൽ. വി മെന്റർ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ 5 വീട്ടമ്മമാരാണ് ഇതിനു പിന്നിൽ. നിരവധി പേർക്കാണ് ഇവർ കൈത്താങ്ങാകുന്നത്. എല്ലാവർക്കും ഉണ്ടാകും അദൃശ്യ ചിറകുകൾ. പറന്നുയരാനാകാതെ, സ്വന്തം സ്വപ്നങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കാനാവാതെ സമ്മർദ്ദങ്ങളുടെ കെട്ടുവീണുപോയ ചിറകുകൾ. അങ്ങനെ പറക്കാനാകാതെ ഒതുങ്ങിപ്പോകുന്നവർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് വി മെന്റർ. ദുബായിലുള്ള 5 വീട്ടമ്മമാർ ചേർന്ന് തുടങ്ങിയ ഈ കൂട്ടായ്മ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മഹത്തായ ലക്ഷ്യങ്ങളിലാണ്. സാമൂഹികമായും സാമ്പത്തികമായും ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കും കുട്ടികൾക്കും ഇവർ വഴികാട്ടികളാവുകയാണ്. മെന്ററിൻ്റെ ഞങ്ങളുടെ മെയിൻ ഇത് തന്നെ ഞങ്ങളുടെ പവർ വന്ന് എഡ്യൂക്കേറ്റ്, എൻലൈറ്റൻ ആൻഡ് എംപവർ. സോ മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്നത് ചെറിയ പിള്ളേരും പിന്നെ വിമൻ ഫോക്കുമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ പേഴ്സണൽ ഫിനാൻസസിൻ്റെ ഇതിൽ കോഴ്സ് ഞങ്ങൾ കൊടുക്കാറുണ്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്. അപ്പോൾ അതിന് പിന്നെ ഫ്രീ വെബിനാർസ്, കുറേ ഫ്രീ വെബിനാർസ് കൊടുക്കും. ദറ്റ് ഈസ് ഇൻ ദ ഹെൽത്ത്, ന്യൂട്രീഷൻ, ദെൻ ഹൗ യു ഹാവ് ടു ലൈക്ക് എൻഗേജ് യുവർ സെൽഫ്. അങ്ങനത്തെ ഇത് ഞങ്ങളെപ്പോലെ, ബിക്കോസ് വി കൺസിഡർ ദംസെൽസ് ആസ് ഓൺലി. അങ്ങനത്തെ ഇതിൽ ഞങ്ങൾ എല്ലാ കോഴ്സും അവർക്ക് കൊടുക്കാറുണ്ട്. കോവിഡ് കാലത്താണ് വി മെന്ററിന് തുടക്കമാകുന്നത്. വ്യത്യസ്ത മേഖലകളിൽ പ്രഗത്ഭരായ 5 പ്രവാസി വീട്ടമ്മമാരാണ് ഇതിന് പിന്നിൽ. തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് പുതിയ ആശയം ഉടലെടുത്തത്. ജയശ്രീ ശങ്കർ, ജയശ്രീ മേനോൻ, സാബിര ഷാ, ലത നാരായണൻ, ദീപ ദീപു എന്നിവരാണ് വി മെന്ററിലൂടെ വിജയഗാഥ രചിക്കുന്നത്. അധ്യാപകർ, കലാകാരികൾ, എക്കണോമിസ്റ്റ്, ഗണിത ശാസ്ത്രജ്ഞർ എന്നിങ്ങനെ നീളുന്നു ഇവരുടെ പ്രാഗൽഭ്യം. മെന്റർ ആക്ച്വലി ഒരു പാൻഡമിക് ബേബിയാണ്. ഞങ്ങളൊക്കെ അങ്ങനെ കോഴ്സസൊക്കെ പലയിടത്തായിട്ട് പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ പാൻഡമിക് ലോക്ക്ഡൗൺ വന്നപ്പം 3-4 മാസം വീട്ടിലിരുന്നു. വി ആർ ഓൾ ഫ്രണ്ട്സ്. അപ്പം തോന്നിയ ഐഡിയ ആണ്, വൈ നോട്ട് കൺസോളിഡേറ്റ് ആർ എക്സ്പെർട്ടീസ് ആൻഡ് സ്റ്റാർട്ട് എ കമ്പനി എന്ന് വിചാരിച്ചു. അതേ സമയത്ത് തന്നെ ഷാർജ ഫ്രീ സോണിൽ ലേഡീസ് എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു 2020 സെപ്റ്റംബറിൽ. അപ്പോൾ ദിസ് ഈസ് ദ 5th year ഓൾമോസ്റ്റ്, ആൻഡ് ഇറ്റ്സ് ഗോയിങ് സ്ട്രോങ്. ആർട്ട്, പോസിറ്റീവ് പേരന്റിംഗ്, കരിയർ കൗൺസിലിംഗ്, യോഗ, ക്രിയേറ്റീവ് റൈറ്റിംഗ്, ചെസ്, ഭാഷാ പഠനം, അബാക്കസ് എന്നിവയിലെല്ലാം ഇവർ ക്ലാസുകൾ നൽകുന്നു. കൂടുതലും ഓൺലൈനായിട്ടുള്ള ക്ലാസുകളാണ് നൽകുന്നതെങ്കിലും നേരിട്ടുള്ള വർക്ക്ഷോപ്പുകളും നടത്താറുണ്ട്. ഇതിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭർ ക്ലാസുകളുമായി എത്താറുമുണ്ട്. ആർട്ടിൻ്റെ ആർട്ട് തെറാപ്പി ഉണ്ട്, ചെസ് ഉണ്ട്, പിന്നെ സ്പീഡ് മാത്ത് ഉണ്ട്. പിന്നെ ഓഫൺ വി ഹാവ് എക്സ്പേർട്സ് കമ്മിങ് ഓൺ അവർ പ്ലാറ്റ്ഫോം ആൻഡ് ഗിവിങ് ക്ലാസ്സസ് ലൈക്ക് ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, അങ്ങനത്തെവരൊക്കെ വന്ന് എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാം. സമൂഹത്തിലെ പല മേഖലകളിലുള്ള സ്ത്രീകളാണ് കൂടുതലായും വി മെന്റർ എന്ന കൂട്ടായ്മയിലൂടെ പുതിയ അറിവുകൾ നേടുന്നത്. ഇതിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മുതൽ പ്രായമായ വീട്ടമ്മമാർ വരെയുണ്ട്. ഇവരുടെ പല പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ളവർക്ക് വലിയ ആശ്വാസമാണ് സമ്മാനിക്കുന്നത്. ആർട്ട് തെറാപ്പി ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആർട്ട് തെറാപ്പിയും ആർട്ട് സംബന്ധമായ എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആർട്ട് തെറാപ്പിയിലൂടെ നമ്മളവർക്ക് പല മീഡിയത്തിൽ ഉള്ള എക്സ്പെർട്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ വരുന്നത് പല തരത്തിലുള്ള, എസ്പെഷ്യലി എംപ്റ്റി നെസ്റ്റേഴ്സ് കുറേ പേര് നമ്മുടെ അടുത്ത് അന്വേഷിച്ച് വരുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വർക്ക്ഷോപ്സ് ചെയ്യാവോ, അതായത് ഒരുപാട് കുട്ടികളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്നുള്ള പോലെ. അപ്പോൾ വരുമ്പോൾ നമ്മൾ അവർക്ക്
വാട്ടർ കളറ്, കോഫി പെയിൻറ്റിങ്, പിന്നെ പലതരത്തിലുള്ള ആർട്ട് ഫോംസിന് നമ്മൾ ഒരു വർക്ക്ഷോപ്സ് പോലെ ചെയ്യും. അപ്പോൾ ആ ഒരു 2 hours അവർക്കൊരു സ്ട്രെസ് ഫ്രീ, നമ്മൾ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ നിരവധി കുട്ടികളാണ് എഴുത്തിൻ്റെ ലോകത്തേക്ക് ചുവടുകൾ വെച്ചത്. കുട്ടികളുടെ ഭാവനയ്ക്ക് നിറം പകർന്നപ്പോൾ അത് പുസ്തകങ്ങളായി മാറി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലൂടെ അവ വായനക്കാരിലേക്ക് എത്തുകയും ചെയ്തു. റൈറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പിനകത്ത് സ്റ്റോറീസ് എഴുതിപ്പിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. പോയട്രി വർക്ക്ഷോപ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ അവരുടെ ബുക്സ് പബ്ലിഷ് ചെയ്യിക്കാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കുട്ടികൾ വരുമ്പം അതിനെ ഒരു ബാച്ചാക്കി എടുത്ത് അവരെ കൊണ്ട് ആദ്യം എന്താണ് ഈ എലിമെൻറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ, ഫോർ ഇൻസ്റ്റൻസ് എങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി എങ്ങനെ പ്ലാൻ ചെയ്യാം, അങ്ങനെയെല്ലാം അവരെ പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ ആ ഒരു ഇൻഹിബിഷൻസ് എല്ലാം ഷെഡ് ചെയ്തിട്ട് അവർ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്ത് ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് നമ്മൾ അവരെ കൊണ്ട് കഥ എഴുതിപ്പിക്കുന്നത്. കഥ എഴുതി സ്ലോലി അവർ ആ കഥ വലുതാക്കി എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ എഡിറ്റേഴ്സിനെ, നമുക്ക് നല്ലൊരു എഡിറ്ററുണ്ട് നമുക്ക്, മായ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി ഈ കുട്ടികളെ ഇൻവോൾവ് ചെയ്ത് അവരുടെ സ്റ്റോറി എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ സ്റ്റോറി ഇങ്ങനെ നന്നായി വരുമ്പം അവരോട് പറയും, നിങ്ങൾ ഡയലോഗ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഡിസ്ക്രിപ്ഷൻ കുറച്ചുകൂടെ കൂട്ട്. അപ്പോൾ അവരതുപോലെ ചെയ്യും കുട്ടികൾ. അപ്പോൾ അവരുടെ സ്റ്റോറി ഒരു സൈഡിൽ കൂടെ നന്നായി വരും. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഇല്ലസ്ട്രേഷൻ, ഈ സ്റ്റോറിയുടെ ഇല്ലസ്ട്രേഷനും ലതയാണ് അവരെ ഗൈഡ് ചെയ്യുന്നത് അതിനകത്ത്. അപ്പോൾ ലത അത് ഗൈഡ് ചെയ്ത് അവരുടെ മനസ്സിലുള്ളത് അവർ വരച്ചുകൊണ്ട് വരും. അതിനെ അധികം മാനിപ്പുലേറ്റ് ചെയ്യാതെ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് ഓൺലൈൻ വഴി തന്നെ കാണിച്ചു കൊടുത്ത് അവരത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവർക്കും ഒരു നല്ലൊരു മാസ്റ്റർ പീസ് കിട്ടും. സോ ദേ ബിക്കം റിയലി ഹാപ്പി. ചെസ്സ് പഠിക്കാനെത്തുന്നവർ നിരവധിയാണ്. പ്രഗ്യാനന്ദ ലോകം കീഴടക്കുമ്പോൾ ചെസ്സിനോടുള്ള ഇഷ്ടം പ്രവാസികൾക്കും ഏറുകയാണ്. അതുകൊണ്ട് തന്നെ ഫിഡെയുടെ അംഗീകാരമുള്ള ഇൻസ്ട്രക്ടറായ ജയശ്രീ ശങ്കറെ തേടിയെത്തുന്നത് വനിതകൾ മാത്രമല്ല. ചെസ്സിൻ്റെ ബിഗിനർ ലെവലിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഫിഡെ റേറ്റഡ് നാഷണൽ ട്രെയിനറാണ്. സോ ചെറിയ പിള്ളേർ, ദറ്റ് ഈസ് ഫ്രം 7 years ഓൺവേർഡ്സ്. 5 years മുതൽ എടുക്കാം, ബട്ട് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ബിക്കോസ് ഓൺലൈനിൽ അവരെ ഇരുത്തുന്നത് വളരെ കഷ്ടമാണ്. അപ്പോൾ 7 years ഓൺവേർഡ്സ് എടുക്കാറുണ്ട്. ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒരു സ്ത്രീയുടെ ചിറകുകളെ കെട്ടിയിടുമ്പോൾ അതൊന്ന് അഴിച്ചുവിടാൻ ആർക്കെങ്കിലും ആകട്ടെ, അവളും പറക്കട്ടെ. സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ ആഗ്രഹിക്കുന്ന അവളോട് എങ്ങനെയാണ് പറക്കരുതെന്ന് പറയാൻ പറ്റുക? ആഗ്രഹങ്ങൾക്ക് ചിറക് മുളപ്പിച്ചു കൊടുക്കാൻ വി മെൻറ്റർ ഉള്ളപ്പോൾ. നമസ്തേ റിവിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം.